ചേച്ചിയാ? ഓ എന്റെ പൊന്നോ, ചേച്ചിയുടെ കാര്യം ഓ ചില സമയമുണ്ടല്ലേ നമ്മളെങ്ങ് താറടിച്ചളയുന്നു. ഓ കാര്യമൊക്കെ ശരി തന്നെ, നമ്മള് ഫ്രണ്ട്സിനെ പോലാണ്, ഭയങ്കര ഹൈ ബോണ്ടൊക്കെയാണ്. പക്ഷേ ചില സമയം ചേച്ചിയുടെ സ്വഭാവം നമുക്ക് പിടിക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അതിനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോണം. കൂറ സ്വഭാവം ഒന്ന് ചില സമയം അലമ്പ്. ഓ ആ തന്നെ തന്നെ എന്റെ ചേച്ചിയൊക്കെ തന്നെ, എന്നാലും പിന്നെ എനിക്ക് പറഞ്ഞുകൂടി. ആ ഈ സംഭവം എന്താണെന്ന് വെച്ചാലേ, പിന്നെ നമ്മള് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചേച്ചി ആദ്യമൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ ഇങ്ങനെ സ്നേഹത്തിലായിരിക്കും. പെട്ടെന്ന് ഈ പുലി ചീറ്റണ പോലെ ചീറ്റിക്കൊണ്ടൊരു വരവുണ്ട്. എന്റെ പൊന്നോ, നമ്മളെന്ത് പറഞ്ഞത്? ആ ലച്ചേച്ചി, അത് പുലി ചീറ്റിക്കൊണ്ട് പറഞ്ഞോലൊരു വരാണ്. ഞാൻ വിളിക്കാം. അല്ല വന്നിട്ട് പിന്നെ വിളിക്കാം. ആ ശരി. എന്താടാ എന്താ ഇത് പരിഗണ? ആര് പരിഗണ? ഞാൻ എന്ത് പരിങ്ങ? ഞാൻ വന്നപ്പോ ഫോൺ കട്ട് ചെയ്തു. ഇതൊക്കെ ഒരു പരിങ്ങലാണോ? നീ എന്താ എന്നെ പറ്റി പറഞ്ഞോണ്ടിരുന്നു? ലച്ചേച്ചിയെ പറ്റിയോ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പാറുവേ, കേശിച്ചേട്ടൻ എന്താ പറഞ്ഞേ? കണ്ണൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട. പറവാറു, ചേട്ടൻ എന്താ പറഞ്ഞേ? ഒന്നുമില്ലേ ചേച്ചി. കണ്ടാ, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒന്നുമില്ലായെങ്കിൽ ഒന്നുമില്ല, നീ എന്തോ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ മുത്തല്ലേ, പറ. കേശു ചേട്ടൻ മെർലിൻ ചേച്ചിയെ വിളിച്ച്. വിളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ മെർലിൻ ചേച്ചി കേശുവിന്റെ അടുത്ത് ചോദിച്ച് ചേച്ചിയുടെ കാര്യം. ഓക്കെ. അപ്പൊ കേശുവേട്ടൻ പറഞ്ഞ് ചില സമയം ചേച്ചിയുടെ സ്വഭാവം ശരിയല്ലെന്ന്, ആർക്കും പിടിക്കൂലെന്ന്. പിന്നെ ചേച്ചി ഭയങ്കര അലമ്പാണ്, ചേച്ചി ഭയങ്കര കച്ചറയാണ്. ഇങ്ങനൊന്നും അല്ല കേട്ടോ പറഞ്ഞേ, ഏതാണ്ട് ഇതുപോലെ തന്നെ പറഞ്ഞേ. അല്ലേ ചേട്ടാ? കച്ചറയാടാ ഞാൻ? അലമ്പാ? കൊള്ളാടാ. സ്വന്തം ചേച്ചിനെ പറ്റി ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനത്തെ കുറ്റമൊക്കെ തന്നെ പറഞ്ഞുകൂടാ. ചേച്ചി ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ. നീ ഒന്നും ഉദ്ദേശിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഉദ്ദേശിക്കാൻ വന്നേക്കുന്നവൻ. നിനക്ക് നാണുണ്ടോടാ സ്വന്തം ചേച്ചിനെ പറ്റി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞെടുക്കാൻ? അല്ലേ ചേച്ചി, നമ്മളിങ്ങനെ പറയുമ്പോഴേ ഫ്രണ്ട്ലി ആയിട്ട് ഗുണങ്ങളൊക്കെ പറയില്ലേ ആൾക്കാരുടെ, അങ്ങനെ. നീ കൂടുതലൊന്നും പറയണ്ട കേശു, പറഞ്ഞോളത്തോളൊക്കെ മതി. എന്നെ ഇങ്ങ സണ്ടേ? എന്റെ ആന്റി, സ്വന്തം ചോര എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാ സ്വന്തം ചോര വരെ നമ്മുടെ കുറ്റം പറയും. ആന്റി, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പറ്റി നമ്മൾ വേറെ ആളുടെ അടുത്തെങ്കിലും നമ്മൾ കുറ്റം പറയും? ഇല്ലല്ലോ. കണ്ടാ? പക്ഷെ അല്ല കനകാന്റി, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള വേറൊരാളുടെ കാര്യങ്ങൾ നമ്മൾ പറയൂലേ. ഇപ്പൊ ഉദാഹരണത്തിന് കനകാന്റി ഇഷ്ടമാണല്ലോ നമുക്ക്. അപ്പൊ നമ്മള് കനകാന്റി ചക്കരപ്പൊങ്കൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയൂലേ തമാശക്ക്. നമ്മൾ പറയൂല കനകാന്റി എപ്പോ നോക്കിയാലും ചക്കരപ്പൊങ്കൽ ഉണ്ടാക്കുക പറയില്ലേടി? പറയും. അപ്പൊ തമാശല്ലേ അത്? അതേപോലെ டே, நான் சக்கரை பொங்கல் பண்ணறது உனக்கு ரொம்ப காமெடியா தெரியுது இல்ல? ഇവരെല്ലാം കോമഡി ആണല്ലോ ആന്റി. എന്തായാലും നിന്നീന്ന് ഏത് പ്രതീക്ഷ? കനകാന്റിയെ ഞാൻ ഉദ്ദേശിച്ചത്. நீ ஒன்னும் சொல்ல வேண்டாம். இனிமே உனக்கு நான் சக்கரை பொங்கல் செஞ்சு தர மாட்டேன். ചക്കരപ്പൊങ്കൽ പോയി കിട്ടി. നിന്നോട് ആരടി പറഞ്ഞ? ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ കാര്യമില്ല. അവിടെ ലെക്ചർ ഫ്രണ്ടി കൊണ്ട് വിളമ്പി കൊടുക്കാം കുരിപ്പേ. ചേട്ടനല്ലേ ഏട്ടാ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചേ? സത്യം മാത്രമേ പറയാവുള്ളൂ. നമ്മളീ മക്കളെ, ഈ സത്യം പറയാന്ന് വെച്ചാല് യുക്തിയും കൂടെ നോക്കണം. യുക്തിയാ? അതെന്തോ? അത് ചേട്ടാ ഒന്നുമില്ല, ഞാൻ സത്യം മാത്രമേ പറയൂ.